ഹലോ, എന്താ വിളിച്ചേ? അച്ഛന് ഇഷ്ടമായോ? ഷർട്ട് ഇഷ്ടമായോ? അതിന് അച്ഛൻ എൻ്റെ കൂടെ അല്ലല്ലോ. അശ്ശോ, ഞാനത് മറന്നുപോയി. എപ്പോഴാണ് അച്ഛനെ കാണാൻ നിങ്ങൾ പോകുന്നത്? പോകുന്നില്ല. കൊല്ലത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കുന്നത്, അതും കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാ ഇനി എന്തായാലും കയ്യും കാലും പിടിച്ചു പോകാൻ ഞാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഹലോ ഹലോ, ഇവിടെ ഒന്ന് നിർത്തി, ഒന്ന് നിർത്തി. നല്ല കാറ്റല്ലേ? മോന് പോലീസിലാണ് എന്നല്ലേ പറഞ്ഞേ? അല്ല, ഈ താടി അത് മഫ്തി പോലീസില്ലേ? രഹസ്യ പോലീസ്. രഹസ്യ പോവാ. നന്നായി. താടി കുറക്കണം, കുറച്ചധികമായി. കുഴപ്പമില്ല, ജോലിയുടെ ഭാഗല്ലേ. ഇനി ഇങ്ങോട്ട് ഇവിടെ ഒന്ന് സൈഡാക്കിയ ഈ കടയുടെ. ചേട്ടാ, 2 ലൈം ഇങ്ങോട്ടൊന്നും കാണാനില്ല. തിരക്കല്ലേ, പരിചയക്കാരാ. എന്നാ ഊരി ചുറ്റലാണോ? ഊരു ചുറ്റിലൊക്കെ നിന്നു. ഇപ്പൊ പഴയ പോലെയല്ല, പ്രായമായി വരല്ലേ. ഈ കാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും മസിലിന്റെ അവിടെ ഒരു പിടുത്തം. അതുകൊണ്ട് ഇപ്പോ മോളുടെ കൂടിയാ. അത് ശരി. നിനക്ക് വേണോ? വേണ്ട, ഞാൻ കുടിച്ചാ. ഇപ്പൊ തന്നെ കണ്ടോ, ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞതാ. കോൺസ്റ്റബിളിനെ കൂട്ടി വിട്ടിരിക്കുക. കഴിഞ്ഞ് തന്നെ ഞാൻ വിളിച്ചോ. ചേട്ടാ, എന്നാ ക്ലാസ് എന്നാ? വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തേൻമുട്ടായി. ചേട്ടാ, 10 രൂപ തേൻമുട്ടായി. അപ്പൊ 40. പോവാം. ഇത് പിടിച്ചോ. ശരി കേട്ടോ. ആയിക്കോട്ടെ. പോയൂരാ. ആഹാ, എത്തിയോ? ഞാനും മോള് ഒറ്റയ്ക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ശങ്കരൻ്റെ കടയിൽ നിന്ന് കുറേ തേൻമുട്ടായി വാങ്ങിച്ചോണ്ട് വന്നാൽ എല്ലാം ആയി എന്നാ വിചാരം.
എന്തെങ്കിലും ചെറുതരി വല്ലതും ഉണ്ടോ? ആ. കള്ളല്ലോ. അതെ, ആകെ ഒന്ന് ഫ്രഷ് ആവണം, കുടിക്കാം. ഓക്കെ. ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് വലത്തോട്ട് പോയാലേ ആ. പരിചയക്കാരൻ്റെ ഒരു ഷാപ്പുണ്ട്. നല്ല കാര്യം, അടിപൊളി. സ്ലോ ആക്കിക്കോ കേട്ടോ. അത് ഇറക്കുമായതുകൊണ്ട് എത്ര ഫാസ്റ്റ്, അല്ലേ ഭയങ്കര സ്ലോ. അതന്നെ. കല്ലുപാലത്തിലുണ്ട് സോമനണ്ടി ആപ്പീസൊന്ന്. നാട്ടിലുള്ള പെൺമണികൾ പട്ടിണികൾ മാറ്റാൻ കൂട്ടമോടെ കൊറേ ആയില്ലേ? ആ കുപ്പി മൊത്തം തീർന്നു, കൊറേ ആയി. അതല്ല, കൊറേ കാലായില്ലേ? രവിയെ, ഒരെണ്ണം കൂടി എടുക്കടാ. രാധ ഏകയായി വരുന്ന രാധയോട് സോമനോദി, എന്റെ ജീവറാണിയായി വാണിടാമോ രാധേ. ഏകയാമെനിക്കൊരമ്മ മാത്രമുള്ളു സോമ, ഏകണമ്മവർക്കു കഞ്ഞി കണ്ണുനീരായി ചൊല്ലി. കൂട്ടുകാരികൾ പറഞ്ഞു കഷ്ടമാണ് രാധേ, ദുഷ്ടനാ സോമൻ നിന്നെ പാട്ടിലാക്കും രാധേ. കൂട്ടുകാരികൾ പറഞ്ഞ വാക്കു കേട്ടില്ല രാധ, ദുഷ്ടനാ സോമൻ പറഞ്ഞ വാക്കു സന്തോഷമായിട്ട്. താങ്ക് യു കോൺസ്റ്റബിൾ. ഞാൻ സൂസൻ ഒന്ന് വാ, കാര്യമുണ്ട്. ഇതെന്താ മനോജേട്ടനുണ്ട്? ആ കുഴപ്പമില്ല, ഉറങ്ങി. വാ, അപ്പുറത്തേക്ക് വാ. എനിക്ക് പേടിയാ വരാൻ. എനിക്ക് പേടി, അകത്തേക്ക് വരാൻ. പുറത്തേക്ക് വാ. മോളുണർന്നാലോ? മോളെ വിളിക്കണ്ട, അപ്പുറത്ത് വാ. എന്തൊരു കഷ്ടം. ഒന്ന് വാ, വേഗം പോവാ, വാ. എന്തിനിപ്പോ വന്നേ? എന്താ നോക്ക്. ഇതെവിടുന്നാ? അച്ഛൻ തന്നയിച്ച. അച്ഛനോ? ഈ ഷർട്ട് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നെടുത്ത്. അത് ഇന്ന് രാത്രി തന്നെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും തോന്നി, അതാ വന്ന് പറഞ്ഞ. അച്ഛൻ നല്ല സന്തോഷിച്ചായി. അയ്യോ, എന്തിയാ കാര്യമാണ്? പോയിക്കോ, അകത്ത് പോയിക്കോ. ബൈ, ശരി.
എന്നെ നോക്കണ നിക്കണം. പാപ്പോ പോവാം സാർ. ഇവറോ ഞാൻ കേറിയല്ലേ. അങ്ങോട്ട് നീങ്ങിരിക്കടാ. അങ്ങോട്ട് കൊറേ ആയി ഓടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയാ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഓ സാർ, ഇനി ഉണ്ടാവും. ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ഇനി ഉണ്ടാവും. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത അവരങ്ങ് തീർന്നു പോയാലോ. ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ. എടോ, അവനെങ്ങാൻ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതില്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. അയ്യോ സാറ്, താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ? താനാര്? ഭരചന്ദ്രൻ IPS ഓ അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളെ ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. ഒന്ന് മാറോ. എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ, ഇരിക്കാൻ ചോദിക്കാൻ തെളിച്ച് അത് പറയുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നേ. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ. പറ, എന്ത്? നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട, ഞാൻ പൊറോട്ട ബീഫ് തന്നെ സത്യം കിട്ടും. നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാറിന് എനിക്കറിയില്ല. കുറെ നേരം കേട്ടിട്ടുമില്ല സാർ, സത്യം കിട്ടും. ഇതിനാണ് തല്ലിയത്. ഫോൺ എടുത്തേ, ലോക്കറന്നേ. ലോക്കൊന്നിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞാമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞമ്മതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയില്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ, അതാ സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാനെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം കിട്ടും സാറേ, ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും. വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്കും. എന്താ വിശേഷിച്ച്? ഇവിടെ ഡിസൂസ എന്ന് പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസോസിയോ? ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ, ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലടാ പറഞ്ഞേ? അല്ല, ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാൻ എന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ? എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. കുഞ്ഞു അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ? ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂടി തല്ലുന്ന കണ്ടപ്പോ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു, അത്രേ ഉള്ളൂ. ലേടോ, ഈ സാറേ എന്നെ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ, ഇനി മേലെ എത്ര അഭ്യാസമായിട്ട് വന്നാക്കൽ. ഞാനെന്ത് സാർ? ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്ത് എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞു?
പിന്നെ പറയാതെ എടോ മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പെടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത്. ആക്ടിവിസ്റ്റാ, ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ. ആ ഓ ആ ശരി. താങ്ക് യു ചേച്ചി. നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം? എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? തന്തയുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. എന്തൊക്കെ ബഹളയെന്ന്. പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, അച്ഛനെയും കൊണ്ട് തറവാട്ടിൽ പോകുന്നു. പണി കൊണ്ട് കിടപ്പിലായപ്പോൾ സമാധാനമായില്ലേ? എന്നിട്ട് ഓളും കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? സ്റ്റേഷനിൽ അഡ്വക്കേറ്റിനെ കിട്ടത് ജാമ്യക്കാർ അവരാണ്. പോലീസിനെ കൂടെ പിടിപ്പിച്ചോളല്ലേ? പോലീസിനെ പിടികൊടുത്തല്ലേ. പക്ഷെ പോലീസ് പിടിച്ചിട്ട് ഏതൊരു കുഞ്ഞോമിന്റെ പേര് കൊണ്ട് ഇടിയോടിടി കുനിച്ചിരുത്തി നല്ലിടി. അതെന്താന്ന് മാത്രം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. മതി മതി, നല്ല നീരുണ്ട്. കുഴപ്പമില്ല മതി. ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇടികൊള്ളാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പിടിക്കാം. മതി. അപ്പൊ എല്ലാ ദിവസവും ചൂടുവെള്ളം കരുതല്ലേ? ഓ ഓ കരുനാക്കല്ലോ. അതിന് ഷെയർ കൂടെ എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ഇവിടെ? ഇത് കുറച്ച് കഞ്ഞിയാ. ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാ. ഒരു സൂക്കട് കാണാൻ വരുമ്പോൾ കുറച്ച് പൊറോട്ട ബീഫും കൊണ്ടുവന്നൂടെ? ഇവ വെറുതെ തമാശ. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും കഞ്ഞിയായിരുന്നു. ഞാനാ സ്കൂളിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവസാനം വരുന്ന കഞ്ഞി അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അതായിരുന്നു എൻ്റെ അത്താഴം. ഏതുവരെ പഠിച്ചു? പുറവിലെ 7ാം ക്ലാസ് വരെ. ഹൈസ്കൂളിൽ കഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നല്ല നല്ല മാറ്റമുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ കുറവുണ്ട്. ഇവിടെ നല്ല ചതവ് കുറവുണ്ട് അല്ലേ? നല്ല ഒടിവാ. കുറഞ്ഞില്ലേ ഒടിവ്? ആ എന്നാ ശരി, കാണാം. പിന്നെ വരാം. അയ്യോ അയ്യോ പോലെ പോലെ എനിക്ക് ഒരു ചായ അല്ല അല്ലെങ്കിലും ചായ ഒന്നും വേണ്ട. അനുവിന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അസുഖമൊക്കെ മാറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വന്നോ. ഒരു മിനിറ്റ് ഓട്ടോ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പോയി. കഞ്ഞി വേണ്ട. ഈ ഹവാല കേസിനെ കുറിച്ച് ചോദിച്ചെന്നോട്. എന്നിട്ട് എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ. അല്ല അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നെങ്കിലോ? സാറി പോസാറേ. അല്ല കുഴപ്പമില്ല. അയ്യോ വിജിലൻസ് അവരാണോ? മൂടിക്കോ, ശബ്ദം ഉണ്ടാക്കല്ലേ. കയറി വാ സാർ. ജയകൃഷ്ണ. എന്റെ പൊന്ന് ജയകൃഷ്ണ, എത്ര നേരമായിട്ട്. നല്ല മഴ പേടിപ്പിച്ചോളൂ. മനോജ് സാറേ, ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ അവിടെ പുറത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറെ ഹോണടിച്ചിട്ട വണ്ടി. വണ്ടിയോ? എവിടെ?
സാറിന്റെ ഗേറ്റിന്റെ മുന്നിൽ. ഈശോയെ, വിജിലൻസ് സോമറ്റാണോ? ഒന്ന് സാറേ, സാറിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആരെങ്കിലും വണ്ടി ഒതുക്കി വല്ലായിരിക്കും. നമുക്ക് ഈ പരിപാടി നോക്കാം. അതെ, ഇവിടെ വേണ്ട. ഇവിടെ അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. സാറെന്ന് വർത്താനാണ് ഈ പറയുന്നത്. സാർ പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ. എടോ, ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എടോ ഞാൻ ഒറ്റയ്ക്ക് തൂങ്ങേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, അതുകൊണ്ട് നമുക്ക് എന്റെ പൊന്നു സാർ, അതുകൊണ്ട് നമുക്ക് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. സാറിനെ ഒന്നും മിണ്ടണ്ട, എടുത്ത് കയറാം. വായും കോപ്പും കുറച്ചാ. ഞാൻ ഷർട്ട് ആ മാറ്റാം. സാർ, വേഗത്തിൽ. മനോജ് സാറിന്റെ ഒരു പകുതി ധൈര്യം മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ. ശരി. പണി പാളിയിലേക്കാ. നമ്മുടെ പൈസയും കൊണ്ട് അവർ പോയല്ലോ. ഞാൻ തിന്നില്ലെങ്കിലും അവനെ കൊണ്ട് തീറ്റിക്കില്ല. നീ വണ്ടി എടുക്ക. പൊട്ടില്ല. ഉള്ളിൽ നിറഞ്ഞു നിറങ്ങൾ നിറങ്ങൾ തന്നഴകായി പൂക്കൾ വിരിഞ്ഞു പുഞ്ചിരിച്ചു നിൻമിഴികൾ തന്നഴകായി ഏതോ കിനാവിലാരോ വരച്ച ചായം പടർന്നതും ചിറകുകളാ കിനാവിലാരോ വരച്ച ചായം പടർന്നതും ചിറകുകളാ കുഴപ്പമില്ല, അങ്ങോട്ട് പോവാം. മനോജെ, ആശ അറിഞ്ഞ പ്രശ്നമാവൂലേ? എന്റെ ഭാര്യ ഞാൻ പറയുന്നിടത്ത് നിൽക്കും. അല്ലാണ്ട് സാറിനെ പോലെ എന്റെ നട്ടലിന് വളവൊന്നുമില്ല. മോൾക്ക് സന്തോഷാവട്ടെ എന്ന് കരുതിയിട്ട്. ആരോട് ചോദിച്ചിട്ട്? നിന്നോട് ചോദിച്ചാൽ ആരോട് ചോദിച്ചിരുന്നു? അത് തോന്നിയ സ്നേഹമൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ആശാണ്ടി. അതിന് ഇത് നിങ്ങളുടെ കാശൊന്നും ഇങ്ങനെ ചൂടാടോ. ഇതിനാണോ നമ്മളിങ്ങോട്ട് വന്നത്? വന്നേ. നിങ്ങൾ എന്താ കൂടെ വരുന്നത്? ഞാൻ കൊണ്ടുതരാം. ബാഗ് തന്നാ മതി. വെപ്രാളം വേണ്ട. പുറത്തോട്ടൊരു കണ്ണ് വേണം, മനസ്സിലായോ? ഓക്കെ സാർ.
വല്ലതും നടക്കൂടോ? പറ്റിക്കോ? കുറെ നേരമായല്ലോ. ആ എണ്ണായിരിക്കും. എടോ, കിട്ടിയത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് അവന്മാരിൽ കുഴപ്പമുണ്ടാക്കൂ. എന്ത് കുഴപ്പമുണ്ടാക്കാൻ? 5% വെച്ച് ഓരോരുത്തർക്കും കൊടുത്തില്ലേ? ചൂടാവാതെ. ചൂടാവും പിന്നെ. ആരോടും പറയല്ലേ. ആ ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ, വെച്ചിട്ട് പോ. ഇതാരാ തുറന്നിട്ട്? അത് നമ്മൾ വന്നപ്പോഴേ തുറന്നു കൊടുക്കല്ലായിരുന്നു. പൂട്ടിയോ? ആ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ സാധാ എല്ലാവരുടെയും ബാഗ്. ശരി, കാണാം സാർ. അയ്യോ